ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എല്ലാവർക്കുള്ള ഭക്ഷണം ടേബിളിൽ കൊണ്ടുവച്ച് വിളമ്പി കൊടുത്ത് ആരും അവൾക്കും അമ്മക്ക് കൊടുത്ത് പാത്രത്തിലാക്കി റൂമിലേക്ക് പോയി. അമ്മക്ക് കൊടുത്ത് അവളും കഴിച്ചു വന്നപ്പോഴേക്കും മറ്റുള്ളവരെല്ലാം കഴിച്ചു പോയിരുന്നു. എല്ലാവരും കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കുമ്പോഴാണ് ആരുവിന് തൻ്റെ പിന്നിലാരോ ഉള്ളതുപോലെ തോന്നിയത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ആരു തൻ്റെ പിന്നിലായി ചിരിയോടെ നിൽക്കുന്ന മാലതിയുടെ ഭർത്താവ് ജയനെ കണ്ട് ഞെട്ടിയെങ്കിലും ഞെട്ടിൽ പുറത്ത് കാണിക്കാതെ അയാളെ സംശയത്തിൽ നെറ്റിച്ചുളിച്ചു നോക്കി. എന്താ? അവൾ അയാളെ സംശയത്തിൽ പുരികം പോയിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. മോളെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി വെള്ളമെടുക്കാൻ വന്നതാ. അതും പറഞ്ഞ അയാൾ ഒന്നുകൂടെ മുന്നോട്ട് നീങ്ങി ആരും തൊട്ടില്ലെന്ന പോലെ കൈ നീട്ടി സ്ലാബിലുള്ള വെള്ളം നിറച്ച് ജഗ് എടുത്ത് പോയതും ജയന്റെ വൃത്തികെട്ട നോട്ടവും ചിരിയും കണ്ട് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നതും ആര് കയ്യിലുള്ള പാത്രം സിങ്കിലേക്ക് എറിഞ്ഞ് റൂമിലേക്ക് പോയി. ആര് റൂമിലെത്തുമ്പോൾ മരുന്നിന്റെ ക്ഷീണം കാരണം മീര നല്ല ഉറക്കായിരുന്നു. ഡോർ ലോക്ക് ചെയ്തവർ ബെഡിലേക്ക് കിടന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ നിമിഷം അവൾക്ക് സ്വന്തം ജന്മത്തെ തന്നെ വെറുപ്പ് തോന്നി. ഒപ്പം തന്നെയും അമ്മയും തനിച്ചാക്കി പോയ അച്ഛനോട് പരിഭവവും. കരഞ്ഞ് ആ കിടപ്പിൽ ആരും ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ പതിവ് പോലെ 4 മണിക്കുള്ള അലാറം അടിച്ചതും ആരും എണീറ്റു. ഇന്നലെ കരഞ്ഞത് കൊണ്ട് അവൾക്ക് തലക്ക് വല്ലാത്ത ഭാരം തോന്നിയെങ്കിലും അവളത് കാര്യമാക്കാതെ അഴിഞ്ഞു കിടക്കുന്ന മുടി വാരിക്കെട്ടി അവളുടെ അടുത്തായി ഉറങ്ങിക്കിടക്കുന്ന മീരയുടെ കവിളിൽ ചുംബിച്ചു. കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് എടുത്ത് ആര് കുളത്തിലേക്ക് പോകാൻ നിന്നെങ്കിലും തലേ ദിവസം കുളത്തിൽ വെച്ച് മഹിയെ കണ്ടതും അവിടെ വെച്ചുണ്ടായ സംഭവമെല്ലാം ആലോചിച്ചതും അവൾ വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി വന്ന് വേഗം കിച്ചണിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റും ചായയും ഉണ്ടാക്കി വെച്ച് ചോറിനുള്ള വെള്ളവും കലത്തിൽ നിറച്ച് അടുപ്പിലേക്ക് വെച്ച് ആര് വേഗം മുറ്റത്തേക്ക് ഇറങ്ങി. മാലതി എണീക്കുമ്പോഴേക്കും മുറ്റടിച്ചില്ലെങ്കിൽ എണീറ്റ് വരുമ്പോൾ ചൂലും പിടിച്ച് നിൽക്കുന്നത് കണ്ട നല്ല വഴക്ക് കിട്ടുന്ന അറിയാവുന്നത് കൊണ്ട് ആര് വേഗത്തിൽ നീണ്ടു കിടക്കുന്ന മുറ്റം അടിച്ച് വരാൻ തുടങ്ങി. ആരൂസേ? പേട്ടന്റെ ഷാരോൺ വിളിച്ചത് കേട്ടതും ആരും മുറ്റമടിക്കുന്നത് നിർത്തി തിരിഞ്ഞവനെ നോക്കി. എണ്ണി ഇത്ര നേരത്തെ എണീറ്റോ? ആരും അത്ഭുതത്തോടെ ഷാരോണിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ? മനസ്സിനൊരു സമാധാനമില്ല. ഉമ്മറത്തെ ചാരുപടിയിലേക്ക് കയറിയിരുന്ന് വിഷമത്തോടെ പറഞ്ഞതും ആര് സംശയത്തോടെ അവനെ നോക്കി. എന്തേട്ടാ കാര്യം? എന്നോട് പറയാൻ പറ്റുന്നാണെങ്കിൽ പറ. അത് പിന്നെ ആരും, നിനക്കറിയാലോ ഞാനും ദേവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. ആ, അതിനിപ്പോ എന്താ? ദേവ് ഗർഭിണിയാണ്. വാട്ട്? ഷാരോൺ പറഞ്ഞത് കേട്ട് ആരും ഞെട്ടലോടെ ചോദിച്ചു. എൻ്റെ കുഞ്ഞ അവളുടെ വയറ്റിൽ. ഇന്നലെ രാത്രി അവൾ അവളുടെ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരും. എനിക്കെന്തോ പേടിയാകുന്നു. അവളില്ലാതെ എനിക്ക് പറ്റില്ലടി. ഷാരോൺ വിഷമത്തോടെ പറഞ്ഞതും ആരും എപ്പോഴും കേട്ടതിന് ഞെട്ടിലായത് കൊണ്ട് അവൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ നിന്നു. ഏട്ടാ, വല്യമ്മ അറിഞ്ഞ? അമ്മ അറിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ല. എന്നാൽ എന്തിൻ്റെ പേരിലായാലും അവളെനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ ആരും. പേടിക്കണ്ട ഏട്ടാ, എല്ലാം ശരിയാകും. അയ്യോ വല്യമ്മ, ഞാൻ പോവേട്ടാ. മാലതി വരുന്നത് കണ്ട് അതും പറഞ്ഞ് ആര് വേഗം അവിടുന്ന് പിന്നാമ്പുറത്തേക്ക് നടന്നു. ആര് വേഗം എല്ലാ പണികളും തീർത്ത് മീരയും ഫ്രഷാക്കി കൊണ്ടുവന്ന് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. അവളും കഴിച്ച് മീരയുടെ ഒരു പഴയ സാരി എടുത്ത് റെഡിയായി. അമ്മേ, ഞാൻ ഇറങ്ങാം. മരുന്നും ഭക്ഷണം എല്ലാം കഴിക്കണേ. ആര് വേഗം എടുത്ത് തോളിലിട്ട് കൊണ്ട് ബെഡിലിരിക്കുന്ന മീരയോട് പറഞ്ഞു. നീ ഇത് എന്നും ഇങ്ങനെ എന്നോട് പറയണ്ട എൻ്റെ മീരക്കുട്ടി. ഇനി അതിനിങ്ങനെ മുഖം വീർപ്പിക്കണ്ട. എനിക്കെൻ്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. നിന്നെ ഓർത്തുകൊണ്ട് മാത്രമാണ് മോളെ ഞാനിപ്പോഴിങ്ങനെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഈ ജീവിതം എന്നെ അവസാനിപ്പിച്ചിരുന്നു. അമ്മേ, ദേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കിട്ടുമെന്ന്. അമ്മ പഴയതുപോലെ നടക്കും. അധികം വൈകാതെ തന്നെ. ആയിക്കോട്ടെ, നേരം വൈകാതെ പോകാൻ നോക്കും മോളെ. ശരി അമ്മേ, വൈകിട്ട് കാണാമേ. മീരയുടെ കവളിൽ മുത്ത് യാത്ര പറഞ്ഞുകൊണ്ട് ആര് വേഗം പുറത്തേക്ക് നടന്നു. വീട്ടിൽ നിന്നും ഇറങ്ങി ജംഗ്ഷനിലേക്ക് നടക്കുന്നതിനിടയിൽ ആരു ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ദേവേട്ടനെ എഴുതിയ നമ്പറിലേക്ക് കോൾ ചെയ്തതും സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞതും നിരാശയോടെ ഫോൺ വെച്ചു. ഈ ദേവേട്ടന് എന്ത് പറ്റി? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറില്ലല്ലോ. ദേവന്റെ കാര്യം ദേവേട്ടനെ തളർത്തിയിട്ടുണ്ടാകും. അതാകും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. പാവം. മനസ്സിലെ സംശയങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്തി ആരും മുന്നോട്ട് നടക്കുമ്പോഴാണ് ആ നാട്ടിലെ വേശ്യം എന്നറിയപ്പെടുന്ന 40-ലേറെ വയസ്സുള്ള പത്മയുടെ വീട്ടിൽ നിന്നും സിഗരറ്റും വലിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന മഹിയെ ആര് കാണുന്നത്. ആരിവിനെ കണ്ടതും മഹി കയ്യിലുള്ള സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് ആരിവിനെ അടിപിടി നോക്കിയതും ആര് മഹിയെ അറപ്പോടെ നോക്കി മുഖം പിടിച്ച് വേഗത്തിൽ മുന്നോട്ട് നടന്നു. അയ്യേ, വൃത്തി കെട്ടവൻ. ഇയാൾക്ക് നാണമല്ലേ?
സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീയുടെ ചൂട് തേടി പോകാൻ? ആരുവിന് മഹിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ തന്റെ ദേഹത്തെ സ്പർശിച്ചതെല്ലാം അവൾക്ക് പുഴുവരിക്കുന്നത് പോലെ തോന്നി. ആര് ടീച്ചറേ? ബസ് ഇറങ്ങി സ്കൂൾ ഗേറ്റ് കടന്ന് ആരും ഉള്ളിലേക്ക് കടന്നതും കിളിനാഥം പോലെ കൊഞ്ചിക്കൊണ്ട് തന്നെ വിളിച്ചത് കേട്ട് തിരിഞ്ഞു നോക്കി ആര് കാണുന്നത് തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കുണുങ്ങി കുണുങ്ങി വരുന്ന 4 വയസ്സുകാരി കുഞ്ഞിനെ കണ്ടതും ആരുവിന് മുഖം വിടർന്നു. ആഹാ, ആരാ ഇത്? നന്ദൂട്ടിയോ? ആര് ചിരിയോട് ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഉണ്ടക്കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചതും നന്ദൂട്ടി അവളെ നോക്കി ചിരിച്ചു. നന്ദൂട്ടിയുടെ ഉവാവ് മാറിയോ? ഡോക്ടറെങ്കിൽ ഇഞ്ചക്ഷനെ വെച്ചപ്പോ മാറിയല്ലോ. ചിരിച്ചുകൊണ്ട് പറയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ആരുവിന് ചുണ്ടിലും പുഞ്ചിരി പിരിഞ്ഞു. അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ അവരുടെ അടുത്തേക്ക് വന്നു. ടീച്ചറെ കണ്ടപ്പോൾ ഓടി വന്നതാ, വീഴൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല. അയാൾ ആരുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞതും ആരും ചിരിച്ചു. അല്ല, നന്ദൂട്ടിയെ ഡോക്ടറെ കാണിച്ചിട്ട് എന്ത് പറഞ്ഞു? അടുത്ത മാസം സർജറി നടത്താന്നാ ഡോക്ടർ പറഞ്ഞത്. ഏതായാലും സർജറി കഴിയോളും സ്കൂളിലേക്ക് വിടാന്ന് കരുതി. അത് നന്നായി. എന്നാൽ ഞാൻ പോട്ടെ, ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. അതും പറഞ്ഞ് നന്ദുവിൻ്റെ അച്ഛൻ രതീഷ് നന്ദൂട്ടിയുടെ ബാഗും കിറ്റുമെല്ലാം ആരുവിനെ ഏൽപ്പിച്ച് പോയതും ആരും നന്ദൂട്ടിയുടെ ഓരോ വിശേഷങ്ങൾ ചോദിച്ച് മുന്നോട്ട് നടന്നു. ആരുവിന് ആ സ്കൂളിൽ കുട്ടികളിൽ ഏറ്റവും അടുപ്പം നന്ദൂട്ടിയായിട്ടാണ്. ആഹാ, ഇതാരാ? കുറെ ആയല്ലോ വന്നിട്ട്. ആരുവിൻ്റെ കൂടെ വരുന്ന നന്ദൂട്ടിയെ കണ്ട് ചിരിയോടെ കാർത്തിക ചോദിച്ചു. പ്രിൻസിപ്പാൾ വന്നില്ലേ? വന്നു. ഇന്ന് MD വന്നത് കൊണ്ട് മീറ്റിംഗ് ഉണ്ട് എല്ലാവർക്കും, അങ്ങോട്ട് പോയതാ. എന്ത് പറ്റി പെട്ടെന്നൊരു മീറ്റിംഗ്? അതാ വാസുദേവൻ സാറിന് വയ്യ, അദ്ദേഹം ഇതെല്ലാം നിർത്തി പോവുകയാണെന്ന്. സാറിന് മക്കളില്ലാത്തത് കൊണ്ട് ഈ സ്കൂള് ചെന്തോർത്തുകാർക്ക് കൊടുക്കുകയാണെന്ന്. ചെന്തോർത്തുകാർക്ക് ശരിക്കും ഈ സ്കൂള് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ് അവ ഇത്രയും വലിയ തുകക്ക് ഇതൊക്കെ വാങ്ങുന്നത്? കാർത്തിക കാര്യമായ ആലോചനയോടെ പറഞ്ഞു. എന്തെങ്കിലും ആയിക്കോട്ടെ, ആര് വാങ്ങിയാലും നമ്മളിവിടെ നിന്ന് ജോലി ചെയ്യേണ്ടവരാ. ഞാൻ ക്ലാസ്സിൽ പോവാം, ടൈമായി. അതും പറഞ്ഞ് ആരും നന്ദൂട്ടിയും കൊണ്ട് ക്ലാസ്സിലേക്ക് പോയതും കാർത്തിക അവൾ പോയ വഴിയൊന്ന് നോക്കി. ആര് പറഞ്ഞ പോലെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി അവൾ ക്ലാസ്സിലേക്ക് പോയി. അച്ഛാ, അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹാളിലിരിക്കുന്ന മാലതിയെയും ജയനെയും ശ്രേയയും കണ്ടതും അവളുടെ അടുത്തേക്ക് വന്നിരുന്നത് കൊണ്ട് ഷാരോൺ പറഞ്ഞു. എന്താ? അത് പിന്നെ അച്ഛാ, ഞാനൊരു കുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്. അവളെ നിങ്ങളറിയും. ആരാ കുട്ടി? കണിമംഗലത്തെ ദേവിക. ഇത് നടക്കില്ല, ഷാരോൺ പറഞ്ഞു കഴിഞ്ഞതും മാലതി പറഞ്ഞു. അപ്പോഴും ജയനെന്തോ ആലോചനയിലായിരുന്നു. എന്തുകൊണ്ട്? എനിക്ക് അവളെ മതി. അത് മാത്രമല്ല, അവൾ പ്രഗ്നന്റാ. എൻ്റെ കുഞ്ഞ അവളുടെ വയറ്റിൽ വളരുന്നത്. അതുകൊണ്ട് അവളെ കൈയൊഴിയാൻ എനിക്ക് പറ്റില്ല. ഷാരോൺ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും അവരെല്ലാം ഞെട്ടിപ്പോയി. സത്യാണോടാ നീ പറഞ്ഞത്? അതെ അച്ഛാ, പറ്റിപ്പോയി. അവളുടെ വീട്ടുകാരിന്നിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എതിർത്ത് നിൽക്കരുത് പ്ലീസ്. അവർ വരട്ടെ. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിത് നടത്തി കളയാം. എന്തോ ആലോചിച്ചുറപ്പിച്ച് ജയൻ പറഞ്ഞതും അയാൾ പറഞ്ഞത് കേട്ട് അവൻ്റെ മുഖം വിടർന്നു. താങ്ക്സ് അച്ഛാ, ഞാനത് ദേവനോട് പറയട്ടെ. അതും പറഞ്ഞ് ഷാരോൺ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും മാലിനി അയാളെ സംശയത്തിൽ നോക്കി. നിങ്ങൾ എന്തിനാ സമ്മതം പറഞ്ഞത്? ആ കൊച്ചിന്റെ വയറ്റിൽ കുരുത്തതിന് ആരും അറിയാതെ കളഞ്ഞ് നല്ല ബന്ധം നോക്കായിരുന്നു നമ്മുടെ മോന്. എടി, ഈ കണിമംഗലം തറവാട്ടിൽ നിന്നൊക്കെ ഒരു ആലോചന വരിക എന്നൊക്കെ പറഞ്ഞാ വലിയ ഭാഗ്യ. അവര് സ്വത്തും പണമുള്ള ആൾക്കാരാ. ഭാവിയിൽ അതിൻ്റെ എല്ലാം പകുതി അവകാശം നമ്മുടെ മോനാകും. അത് ശരിയാ, ഞാൻ അത്രക്കൊന്നും ആലോചിച്ചില്ല. മാലതി അയാൾ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛാ, അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രേയ എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് അവരോട് പറഞ്ഞു. എന്താണാവോ? മാലതി ചോദിച്ചതും ശ്രേയ തന്റെ മനസ്സിലുള്ള ആഗ്രഹം അവരോട് തുറന്നു പറഞ്ഞതും ഇരുവരുടെയും മുഖം വിടർന്നു. വൈകിട്ട് ദേവൻ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ഹാളിലിരുന്ന് വിവാഹ ചർച്ച നടത്തുന്ന തൻ്റെ അച്ഛനെയും അമ്മയുമാണ്. ആഹാ, നീ വന്നോ? ഞങ്ങൾ ഷാരോണ്ട് വീട്ടിൽ പോയി സംസാരിച്ചു. ദേവനെ കണ്ടെന്ന് ജഗന്നാഥൻ പറഞ്ഞു. എന്നിട്ട് എന്താ അയച്ചാ? ദേവൻ അയാളുടെ അടുത്തായിരുന്നു കൊണ്ട് ചോദിച്ചു. അവർക്ക് ഈ കല്യാണത്തിന് സമ്മതമൊക്കെ തന്നെയാണ്. പക്ഷേ എന്താച്ചാ, ഷാരോണിന്റെ അനിയത്തി ശ്രേയെ നീ കല്യാണം കഴിക്കണമെന്ന് അവർ പറയുന്നത്. അല്ലാത്ത പക്ഷം ഇവളെ സ്വീകരിക്കാൻ അവർ തയ്യാറല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തു. അച്ഛാ, അയാൾ പറഞ്ഞത് കേട്ട് ദേവൻ ഞെട്ടലോടെ വിളിച്ചു.
ആരോട് ചോദിച്ചിട്ടാ വാക്ക് കൊടുത്തത്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ആരും ഇഷ്ടമാണെന്ന്. അവളെ മറന്നുകൊണ്ട് മറ്റൊരുത്തിയെ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ എന്ത് വേണം? നിന്റെ പെങ്ങളെ ജീവിതകാലം മുഴുവൻ ചീത്തപ്പേരും കിളിപ്പിച്ച് ഇവിടെ നിർത്തണോ? ഞങ്ങളാ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചു, കുഴപ്പമൊന്നുമില്ല, കാണാനും സുന്ദരിയാ. അടുത്ത മാസമായിട്ട് തന്നെ നിങ്ങളുടെ വിവാഹം നടക്കും. എന്നെ തോൽപ്പിക്കാൻ നീ ശ്രമിച്ചാ നീ ചങ്കിൽ കൊണ്ട് നടക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവളെ ചെവി അറിയാതെ കൊന്നു തള്ളും ഞാൻ. എനിക്ക് ആരെക്കാളും വലുത് ഈ കുടുംബത്തിന്റെ അഭിമാനാ. അതുകൊണ്ട് എന്തും ചെയ്യും ഞാൻ. അച്ഛാ, ജഗൻ ദേഷ്യത്തിൽ പറഞ്ഞു കേട്ട് ദേവൻ ഞെട്ടലോടെ വിളിച്ചു. ദേവുവിനൊപ്പം നിന്റെ വിവാഹം ഞങ്ങൾ നടത്തും ദത്ത. എതിർക്കാൻ നീ നോക്കണ്ട. ശ്രമിച്ചാൽ നഷ്ടം നിനക്ക് തന്നെയാകും. ദേവനെ നോക്കി താക്കിയതോടെ അതും പറഞ്ഞ് ജഗൻ റൂമിലേക്ക് പോയതും ദേവൻ തളർച്ചയോടെ സെറ്റിയിലേക്ക് ഇരുന്നു. മോനെ, സമ്മതിക്കടാ, നിന്റെ പെങ്ങൾക്ക് വേണ്ടിയല്ലേ. അറിയാലോ അച്ഛൻ്റെ സ്വഭാവം. എന്തിനാടാ ഒന്നും അറിയാത്ത ആ കുട്ടിയുടെ ജീവിതം വെറുതെ ഇല്ലാതാക്കുന്നത്? നീ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളെ മറന്നേക്ക്. അല്ലെങ്കിൽ ചിലപ്പോ ഇനി ഒരിക്കലും നിനക്ക് അവളെ കാണാൻ പറ്റിയെന്ന് വരില്ലടാ. ദേവന്റെ തോളിൽ പിടിച്ച് അത്രയും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ സാരി തലപ്പിൽ തുടച്ച് ഊർമിള അകത്തേക്ക് പോയതും ദേവൻ തലയും താങ്ങിയിരുന്നു. ഒരു നിമിഷം അവന്റെ കണ്ണുകൾ ഹാളിന്റെ ഒരു ഭാഗത്തായി നിൽക്കുന്ന ദേവുവിൽ പതിഞ്ഞു. വയറിൽ കൈ ചേർത്ത് തന്നെ നിറഞ്ഞ കണ്ണുകളോട് നോക്കുന്ന ദേവുവിനെ അവളുടെ കണ്ണിൽ അപേക്ഷ കാണതും ദേവൻ കണ്ണുകൾ ഇറുകി അടിച്ചതും അവന്റെ അടഞ്ഞ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ കവളിലേക്ക് ഉറ്റി വീണു.